ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ചിക്കൻ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഈ ചിക്കൻ തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് സവാള വഴറ്റോ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ അധികം എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ഒരു 3/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറും കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഒരു 10-12 ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഇനി ആ പാത്രത്തിൽ തന്നെ നമുക്ക് അങ്ങ് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വേറെ സവാള ഒന്നും വഴറ്റാൻ നിൽക്കേണ്ട. നേരെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് വെള്ളം വറ്റി ചിക്കൻ നന്നായി വെന്ത് വരുന്നിടം വരെ നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ്. വെള്ളമൊക്കെ വറ്റി ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. തീ ഓഫ് ചെയ്യുന്നതിന് ശേഷമാണ് ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. സവാളയൊക്കെ വഴറ്റി ഒന്നും നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് പിടിച്ചു വരും. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടമാകും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.